ഹായ് ചങ്കളെ, ഹാരിസ് കാരാട്ടിലാണ്. അപ്പോൾ കുറേ കാലമായി ഈ മുത്തബക്ക് കഴിക്കണം എന്ന് വിചാരിക്കണം. മുത്തബക്ക് കാരണം ഞാൻ ഈ ഗൾഫിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് മുത്തബക്ക് എന്താ അറിയില്ല കേട്ടോ. സത്യത്തിൽ ആ ഒരു ഇതിൽ ആകാംക്ഷയിൽ വന്നതാണ് ഇങ്ങോട്ട്. ശരിക്കും ഇത് ഗൾഫിൻ്റെ ഒരു വിഭവമാണ് കേട്ടോ. നമ്മളെ ഈ മന്തിയൊക്കെ പോലെ ഗൾഫിൻ്റെ ഒരു വിഭവമാണ് കേട്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കണം നോക്കിയാണെങ്കിൽ നമ്മൾ തക്കാളി, പിന്നെ ഈ മല്ലിയില പോലത്തെ ഒരു സംഭവം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക്, അതേപോലെ എഗ്ഗിൻ്റെ മുത്തബക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരം മുത്തബക്കുകളുണ്ട് കേട്ടോ. ചിക്കന്, ബീഫ്, എഗ്ഗ്, അങ്ങനെ പലതരത്തിലുള്ള മുത്തബക്കുകളുണ്ട്. ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഓർഡർ ചെയ്തത് എഗ്ഗിൻ്റെ മുത്തബക്കാട്ടോ. കഴിഞ്ഞ 13 കൊല്ലമായിട്ട് സൗദി അറേബ്യയിൽ മുത്തബക്ക് ഉണ്ടാക്കി അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ നമ്മളെ കാക്കയാണ് ഇത് ഉണ്ടാക്കുന്നത്. മൂപ്പരിനോട് പറഞ്ഞ് ഞാൻ ഇക്കാലം വരെ ആ പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടി ഇക്കാനടുത്ത് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പൊറോട്ടയൊക്കെ അടിക്കണം അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല വീശി അടിച്ചിട്ട് എന്നിട്ട് അതിക്ക് ഈ മസാലയും നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് സാധനമൊക്കെ ചേർത്തിട്ട് ആ ഒരു പ്രത്യേക തരത്തിൽ മടക്കിയിട്ടൊക്കെയാണ് കേട്ടോ. മടക്കി പരത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ, ആ പരത്തിയിട്ട് മടക്കിയിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് സംഭവം. ഇനി ഇതൊക്കെ ഇപ്പോൾ അവിടെ മടക്കണ ഒരു സ്റ്റൈൽ നോക്കി നിങ്ങൾ, എന്താ അതിൻ്റെ ഒരു രസം കാണാൻ. അപ്പം അങ്ങനെ മടക്കി നേക്കാക്കി മടക്കിയിട്ട് ഇത് കല്ലുമ്മ കണ്ടിട്ടു. എന്നിട്ട് കുറച്ച് നേരം തിരിച്ചും മറച്ചും ഇട്ടിട്ട് ഇതാണ്ട് വേവിച്ചിട്ട് ഇനി ഒരു ഐറ്റംസ് ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വേറൊരു ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ കാക്കാണ്ട്. ആണ് നോക്കിയാൽ നിങ്ങൾ മറിച്ചിടണം. ആ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വേറൊരു ഐറ്റംസും കൂടി അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി നമ്മുടെ പാർസലിൻ്റെ സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതേപോലെ ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല കാക്ക പറഞ്ഞത് നല്ല വില കൂടിയ നമ്മൾ മല്ലിച്ചപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഒന്ന് കിട്ടാൻ തന്നെ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. ആ ഒരു സാധനമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സാധനം. നല്ല വില ഉണ്ട്, പക്ഷെ മൂപ്പർ അവിടെ നിന്ന് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സംഭവം. അങ്ങനെ ഇത് സാധനം വേവിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റ് കണ്ടിട്ടിട്ട് ഇതാ ഞാൻ പറഞ്ഞ ഐറ്റംസ് ആ കത്തി കൊണ്ട് കണ്ട് വരഞ്ഞിട്ട് ഒരു ഐറ്റംസ് ഉണ്ട് മക്കളെ. പീസാക്കിയിട്ട് ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതിൻ്റെ കൂടുതൽ തന്നെ ഈ വിലയൊക്കെ ഒന്ന് നോക്കിച്ചാൽ 50, 60, 90 അങ്ങനെ പല റേറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവം നമ്മളത് ഏകദേശം വെന്ത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഇത് കുറച്ച് വേവാനും കൂടി ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കൊണ്ട് നമ്മൾ സാധനം കൈക്കലൊക്കെ എത്തി. നമ്മൾ നോക്കിയാണ് നിങ്ങൾ ആ നാരങ്ങ ഇട്ടിട്ട് അപ്പോൾ അതിങ്ങോട്ട് പീഞ്ഞിട്ട് കഴിക്കണം. ശരിക്കത് പീസാക്കണം എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനും കൂടി എളുപ്പത്തിനാണ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നാരങ്ങയൊക്കെ ഫുള്ള് പീഞ്ഞ് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ഇതിൽ നിന്നൊരു പീസ് ഇങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പോവുകയാണ് മക്കളെ. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ അതിൻ്റെ ഒരു ചൊറുക്ക്. അത് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഈ രൂപത്തിലിട്ട് ആക്കിയെടുക്കാനുള്ള കുറച്ച് പണിയുണ്ട്. ഓരോ സാധനം മിക്സ് ചെയ്തിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്തേ നല്ലൊരു ഫ്രഷ് ലൈം കൊണ്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ആ സാധനം കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കുടിച്ച് നല്ല ഫുള്ളായിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ സ്ഥലം കാര്യമാക്കി. വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ചെങ്കളെ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ. നമ്മളെ മലപ്പുറം പൂക്കോട്ടൂർ അറയങ്ങര കഴിഞ്ഞ ഉടനെ നമ്മളെ മയിലാടി റോഡുണ്ട്, മിനി ഊട്ടിയൊക്കെയുള്ള റോഡ്. ഊട്ടി റോഡല്ല, മിനി ഊട്ടി റോഡൊക്കെയുള്ള ആ റോഡിന് പോണ വൈക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടത് ഈ കട കിടക്കണത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാം ചെയ്താണ്ടേ. ഓക്കെ.